കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 യോഹന്നാൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ, സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിൽ ഇരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു, ഇരുട്ട് അവൻ്റെ കണ്ണ് കുരുടാക്കുകയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ നാം നോക്കുമ്പോൾ ഇരുട്ടിലിരിക്കുന്നവരെക്കുറിച്ച് പറയുന്നു. അപ്പോൾ എവിടേക്കുന്നില്ലാതെ പോകുന്ന ഒരു കൂട്ടം ജനങ്ങൾ രാവിലെ എണീക്കും, തങ്ങളുടെ കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കും, തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പോകുന്നു. എൻ്റെ സഹോദരനെ നോക്കുകയോ അല്ലെങ്കിൽ സഹോദരൻ്റെ കഷ്ടപ്പാടുകൾ നോക്കുകയോ ഞങ്ങളുടെ വാക്കിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്നത് അടുത്തുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്നോ എന്ന് ചിന്തിക്കത്തില്ല. തൻ്റെ മനസ്സിൽ തോന്നുന്നതുപോലെ എവിടേക്കുന്നില്ലാതെ പോകുന്നവർ. അപ്പോൾ ഇവിടെ വചനം പറയുന്നത് എന്ന് പറഞ്ഞാൽ സഹോദരനെ പകയ്ക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ, സഹോദരൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തം സഹോദരൻ മാത്രമല്ല, അതിൽ മാതാപിതാക്കൾ, അടുത്ത് സ്വന്തം സഹോദരങ്ങൾ, അപ്പനമ്മമാർ, ഇങ്ങനെ പലരെയും നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. അതേപോലെ കൂട്ടുവിശ്വാസികൾ എന്ന്. അപ്പോൾ അവരെ പകച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവരെ തിരിഞ്ഞു നോക്കാതെ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് താങ്കൾ എവിടെ നിൽക്കില്ലാതെ പോകുന്നവർ ഇരുട്ടിൽ സഞ്ചരിക്കുന്നു എന്ന് വചനം പറയുന്നു. അപ്പോൾ ഇരുട്ടിൽ സഞ്ചരിക്കുന്നവർ തൻ്റെ പോകുന്ന വഴി അറിയാത്തത് കൊണ്ട് എവിടെ നിന്നില്ലാതെ അവർ പോകുന്നു എന്ന് പറയുന്നു. അവരുടെ കണ്ണ് കുരുടായിരിക്കുന്നു എന്ന്. പ്രിയ ദൈവമക്കളുടെ, നമ്മുടെ ആത്മീക ജീവിതം എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ ആത്മീക ജീവിതത്തിലെ കണ്ണ് വെളിച്ചത്തിലിരിക്കുന്നു അതോ ഇരുട്ടിലിരിക്കുന്നു? നമ്മുടെ ചുറ്റും നടക്കുന്ന അഴിമതികൾ അല്ലെങ്കിൽ ചുറ്റും നടക്കുന്ന കൊള്ള ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ പോലും മനസ്സ് കാണിക്കാതെ, എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം അല്ലെങ്കിൽ എനിക്കുള്ള സമ്പത്ത് അതിനെ കാത്തു സൂക്ഷിക്കണം, എൻ്റെ മക്കൾക്ക് നല്ല ഭാവി കൊടുക്കണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ച് കൊണ്ട് തിരിയുന്ന ഒരുപാട് വിശ്വാസികളാണുള്ളത്. പക്ഷേ ചുറ്റും നോക്കുമ്പോൾ അനാഥമാക്കപ്പെട്ട മക്കൾ, അതേപോലെ തന്നെ ആദരവറ്റവർ, കഴിക്കുവാനൊന്നുമില്ലാത്തവർ, കഷ്ടപ്പെടുന്നവർ, ഇങ്ങനെ നമുക്ക് ചുറ്റും ആയിരങ്ങൾ കിടക്കുമ്പോൾ അവരെക്കുറിച്ച് ഒരു ചിന്തയില്ല, അവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ പോലും മനസ്സ് കാണിക്കാതെ ഇരിക്കുന്നവർ ഇരുട്ടിലിരിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ആത്മീക കണ്ണുകൾ ഇരുട്ടായിപ്പോയാൽ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ആ വാതിൽ ചെന്ന് കാണുവാനും സാധിക്കത്തില്ല. ആയതുകൊണ്ട് നമ്മുടെ ജീവിതം എപ്പോഴും പ്രകാശത്തിലേക്ക്, കർത്താവിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് ആ ഒരു പ്രകാശത്തിൽ നടന്നു നീങ്ങുവാൻ കർത്താവ് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് ചുറ്റും ദൈവമേ ഞങ്ങളുടെ സഹോദരങ്ങൾ കർത്താവെ, ആയിരങ്ങൾ കർത്താവെ അഴിവിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതൊന്നും കാണാത്തവരെ പോലെ സഹോദരനെ പകച്ചുകൊണ്ട് ദൈവമേ സ്വന്തം കാര്യം മാത്രം നാം നോക്കി നടക്കുന്നവരായിട്ടല്ലപ്പാ. ഞങ്ങൾ ഓരോരുത്തരും തൻ്റെ കാര്യമല്ല കൂട്ടുകാരനെയും കൂടെ നോക്കട്ടെ എന്ന വചനപ്രകാരം കർത്താവെ ഞങ്ങളുടെ ദൈവമേപ്പ സഹോദരന്മാരെയും കൂടെ ചിന്തിച്ച് അവരുടെ ആത്മീക ജീവിതത്തെക്കുറിച്ചുള്ള ഒരു എരിവോടുകൂടെ മുമ്പോട്ട് പോകുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നീ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.